എന്താ വിജിത്ത് ഒരു വാർത്ത വരുന്നുണ്ടല്ലോ നമ്മുടെ ബോംബെറിഞ്ഞ പിള്ളേരെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടു. അതാരാണ്? പോലീസുകാരന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. എവിടെയാ സ്ഥലം അത് നടന്നത് കൂത്തുപറമ്പാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വെച്ചാൽ കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് ഇയാളുടെ വീട്ടിലേക്ക് ബോംബേറുണ്ടായത്. എന്തോ ഭാഗ്യത്തിന് ബോംബ് പൊട്ടിയില്ല. പക്ഷേ വീട്ടില് ശരിക്കും ബോംബായിരുന്നു, സ്റ്റീൽ ബോംബായിരുന്നു. അത് നിർവീര്യമാക്കുമ്പോൾ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടുകയൊക്കെ ചെയ്തു. അപ്പൊ അത് എന്താ സംഭവം എന്നൊക്കെ പോലീസ് ഒരാളെ വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ അത് മതി. ഉറപ്പായിട്ടും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. എന്നാലും പോലീസ് CCTV ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് അതിനൊടുവിൽ രണ്ടുപേരും ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. അതിലൊരാൾ കോളയാട് സ്വദേശിയാണ് രാഹുൽ, മറ്റൊരാൾ കാക്കയങ്ങാട് മുഴക്കുന്ന് സ്വദേശിയാണ് നിധിൻ. രണ്ടുപേരും പോലീസ് പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും RSSകാരാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അവരെ കോടതിയിൽ അങ്ങനെയാണ് പോലീസ് പറയുന്നത്. അതായത് ഇയാൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ ചില നീക്കങ്ങൾ, അതായത് ബോംബ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പോലീസുകാരൻ കൃത്യമായ രീതിയിൽ അന്വേഷിക്കുന്നു, അത് മേലെ അറിയിക്കുന്നു. അതിന്റെയൊക്കെ ഒരു വൈരാഗ്യം കൊണ്ട് ബോംബ് കൊണ്ടുപോയിട്ടതാണ്. എനിക്കൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തും പണ്ടന്മാരാണെന്ന് ആലോചിക്കുകയും അത് രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ പോലീസുകാരന്റെ വീട്ടിന്റെ പറമ്പിൽ തന്നെ കൊണ്ടിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞുവെന്ന് മാത്രമല്ല വലിയ വിവാദമായി തീരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്തായാലും രണ്ട് RSS പ്രവർത്തകരെ രണ്ട് RSS പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് വന്ന വിവരമാണ്.